അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഖുർആനിലെ 92-ാമത്തെ അധ്യായം സൂറത്തുൽ ലൈൽ. ഈ അധ്യായത്തിലെ ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത്. 21 സൂക്തങ്ങളാൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ. വല്ലൈലി ഇദാ യഗ്ഷാ. വല്ലൈൽ, രാത്രി തന്നെയാണ് സത്യം. ഇദാ യഗ്ഷാ, അത് മൂടുമ്പോൾ. വന്നഹാരി ഇദാ തജല്ലാ. വന്നഹാരി, പകല് തന്നെയാണ് സത്യം. ഇദാ തജല്ലാ, അത് വെളിപ്പെടുമ്പോൾ. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ. വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ, പുരുഷനെയും സ്ത്രീയെയും പടച്ചവനെ തന്നെയാണ് സത്യം. ഇന്ന സയ്യക്കും ലശത്താ. ഇന്ന സയ്യക്കും, നിശ്ചയം നിങ്ങളുടെ പരിശ്രമങ്ങൾ. ലശത്ത, വ്യത്യസ്തങ്ങളാണ്, വിഭിന്നങ്ങളാണ്. ഫഅമ്മാ മൻ അത്വാ വത്തഖാ. ഫഅമ്മാ മൻ, അപ്പോൾ ആരെങ്കിലും ഒരാൾ. അത്വാ, അവൻ കൊടുത്തു. വത്തഖ, അവൻ സൂക്ഷിച്ച് ജീവിച്ചു. വസദ്ദഖ ബിൽ ഹുസ്ന, നല്ലതിൽ വിശ്വസിക്കുകയും നല്ലതിനെ സത്യമാക്കുകയും ചെയ്തു. ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഫസനുയസ്സിറുഹു, നിശ്ചയം നാം അവന് സൗകര്യം ചെയ്തു കൊടുക്കും. ലിൽ യുസ്റാ, എളുപ്പമായതിലേക്ക്. ഈ 3 ആയത്തുകളുടെ അർത്ഥം നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. ഫഅമ്മാ മൻ അത്വാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അപ്പോൾ ആര് കൊടുക്കേണ്ടത് കൊടുക്കുകയും സൂക്ഷ്മതയോടെ ജീവിക്കുകയും ഏറ്റവും നല്ലതിൽ വിശ്വസിക്കുകയും അതിനെ സത്യമാക്കുകയും ചെയ്തുവോ, അത്യധികം എളുപ്പമായതിലേക്ക് അവന് നാം സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. വഅമ്മാ മൻ ബഖില വസ്തഗ്നാ. വഅമ്മാ മൻ ബഖില, അപ്പോൾ ആരെങ്കിലും പിശുക്ക് കാണിക്കുകയും വസ്തഗ്നാ, താൻ എല്ലാത്തിനും മതിയായവനാണെന്ന് കരുതുകയും ചെയ്യുന്നുവോ. വകദ്ദബ ബിൽ ഹുസ്നാ, നല്ലതിനോട് നിഷേധം കാണിക്കുകയും ചെയ്യുന്നുവോ. ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, അത്യധികം പ്രയാസമുള്ളതിലേക്ക് നാം അവന് സൗകര്യം ചെയ്തു കൊടുക്കും. വഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകദ്ദബ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, ആരെങ്കിലും പിശുക്ക് കാണിക്കുകയും തനിക്ക് താൻ മതിയായവനാണെന്ന് കരുതുകയും ഏറ്റവും നല്ലതിനെ കള്ളമാക്കുകയും ചെയ്തുവോ, അത്യധികം പ്രയാസമുള്ളതിലേക്ക് അവന് നാം സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. വമാ യുഗ്നി, അവന് മതിയാകൂ. വമാ യുഗ്നി അൻഹു, അവനെ തൊട്ട് മതിയാകൂല കേട്ടോ. മാലുഹു, അവൻ്റെ ധനം, അവൻ്റെ സമ്പത്ത് മതിയാകൂല. ഇദാ തറദ്ദ, അവൻ വീഴുന്ന സമയത്ത്.
മാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദാ. നരകത്തിലേക്ക് വീഴുമ്പോൾ തൻ്റെ ധനം അവന് പ്രയോജനം ചെയ്യുന്നതല്ല, മതിയാകൂല. ഇന്ന അലൈന ലൽ ഹുദാ, ഇന്ന അലൈന നിശ്ചയം നമ്മുടെ മേൽ നാം ബാധ്യതയാക്കിയിരിക്കുന്നു, ലൽഹുദ മാർഗദർശനം നൽകുക എന്നത്. ഇന്ന അലൈന ലൽഹുദ തീർച്ചയായും മാർഗദർശനം നൽകുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഫഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല, ഫഇന്ന ലനാ നിശ്ചയം നമുക്ക് തന്നെയുള്ളതാണ്, ലൽ ആഖിറത വൽ ഊല ഇഹലോകവും പരലോകവും. തീർച്ചയായും ഇഹലോകവും പരലോകവും നമുക്കുള്ളത് തന്നെയാണ്. ഫഅൻദർതുക്കും നാറൻ തലല്ലാഹ്, അതുകൊണ്ട് ഫഅൻദർതുക്കും നിങ്ങളെ നാം താക്കീത് ചെയ്യുന്നു, നാറൻ തലല്ലാഹ് ആളിക്കത്തുന്ന നരകത്തെക്കുറിച്ച്, ആളിക്കത്തുന്ന നരകത്തെക്കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ്